ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡാണ്. ഇതൊരു ഫുൾ മെറ്റലിൽ ചെയ്ത ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ ഷീൽഡാണ്. ആ ഒരു സ്റ്റാറിനകത്ത് ഔട്ട്ലൈനും അതുപോലെ തന്നെ പുറമേ ഒരു ഔട്ട്ലൈനും വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷീൽഡ് നിങ്ങളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഗെയിമിൻ്റെ ആ ഒരു സീൻ എടുത്തതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾ. പിന്നെ ഈ ഒരു ഷീൽഡിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ബിൽഡിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഞാൻ ചെറിയൊരു ബിൽഡ് വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഷീൽഡിൻ്റെ. അപ്പോൾ അത് കണ്ട ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഈ ഒരു പഴയ സാറ്റലൈറ്റ് ഡിഷാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ഒരു ഡോം ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിച്ച ശേഷം നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഹോളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹോളുകൾ നമുക്ക് അടച്ച ശേഷം നല്ലൊരു സ്മൂത്ത് സർഫസ് ആക്കി എടുക്കണം. The game over. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതി കട്ട് ചെയ്തത് മെഷീൻ ഉപയോഗിച്ചും പകുതി വേറൊരു മെത്തേഡ് യൂസ് ചെയ്താണ് കട്ട് ചെയ്തത്. അങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഇല്ലാത്ത ഒരുപാട് പേരുമാണ്. അപ്പോൾ അവർക്കിത് ബിൽഡ് ചെയ്യണമെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ സൈഡുകൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 4 ഹോളുകൾ കാണാൻ പറ്റും. ഈ 4 ഹോളുള്ള സ്ഥലങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിന്നെയാണ്. ഇത് ഞാൻ അടിച്ച് താത്തതാണ്. ഈ 4 ഹോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് ഈ 4 ഹോളിലും സ്ക്രൂ ഇട്ട ശേഷം ഈ രീതിയിലാണ് നമ്മുടെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ച് താക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ എന്തെങ്കിലും, അതായത് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ അടിക്കുകയാണെങ്കിൽ ഈ ഹോളിൻ്റെ അടിയിൽ കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു തടിയുടെ പീസോ മറ്റോ വെച്ച ശേഷം മാത്രമേ മുകളിൽ അടിക്കാവൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചുറ്റുമുള്ള ഷേപ്പ് എല്ലാം അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോളിൽ സ്ക്രൂ ഫിക്സ് ചെയ്ത ശേഷം അടിയിൽ നട്ടൊക്കെ പിടിപ്പിച്ച് ടൈറ്റ് ചെയ്ത ശേഷം മുകൾ ഭാഗം MC വെച്ച് ആ സ്ക്രൂവിൻ്റെ മുകൾ ഭാഗം MC വെച്ച് ഫിക്സ് ചെയ്യാൻ പോകണം. അതായത് സ്ക്രൂ ഇവിടെ നിന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുകളിലത്തെ സർഫസ് സ്മൂത്ത് ആയിട്ടൊരു കറക്റ്റ് ഡോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ MC മുകളിലൂടെ പുട്ടി ഇട്ട ശേഷം സ്മൂത്താക്കി സാൻഡ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം.
I'm walking around in the circle of life, doing the things I know, walking the same ways 100 times with the same soul. But do you ever try to puff on the right side, put it up in your mind? But do you ever try to puff on the left side, put it up in your mind? It's gonna be hard. You got try, roll your mind. 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 Seeing all the watering fill your eyes, doing the things they know, talking about the same old stories they've heard about the people they think they know. But do you ever try to puff on the right side, put it up in your mind? But did you ever try to puff on the left side, put it up in your mind? It's gonna be hard. You got try, roll your mind. You got try, roll your mind. You got try, roll your mind. You got try, you got try, roll your mind. You got try, roll your mind. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷീൽഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ. ഒരു ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് കയ്യിലിരിക്കുന്ന പോലെ ഒരു കംഫർട്ടാണ്. കാര്യം എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കയ്യിലിരിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ഇടാനും സാധിക്കും. അതുകൊണ്ട് നല്ല കംഫർട്ടാണ് കയ്യിലിരിക്കാനായിട്ട്. നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്തും കയ്യിലിരിക്കുമ്പോൾ നല്ല കംഫർട്ടാണ് സംഭവം. പിന്നെ ഈ ഒരു ഷീൽഡ് ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം എനിക്ക് 3 ആഴ്ച ടൈം എടുത്തു. കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ MCയിൽ അപ്ലൈ ചെയ്ത് MCയിൽ ഉണങ്ങാൻ ടൈം എടുക്കും. അതുപോലെ തന്നെ 2 ലെയർ പുട്ടി അപ്ലൈ ചെയ്തു, അത് ഉണങ്ങാനായിട്ട് ടൈം എടുക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഓരോ ലെയർ ആയിട്ട് പെയിന്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരു ലെയർ പെയിന്റ് ഉണങ്ങിയ ശേഷം മാത്രമേ അതിൻ്റെ മുകളിലൂടെ സെക്കൻഡ് കോട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് സമയം എടുത്തു. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ടൈം എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 3 ആഴ്ചത്തോളം ടൈം എടുത്തു നമ്മുടെ ഈ ഒരു ഷീൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഷീൽഡിനകത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വീഡിയോ അവസാനം വരെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഗൈസ്, see you in the next video. Until then, take care. Bye bye.